സദ്ഗുരുവേ ശരണം. നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും മറന്നുപോയ എന്ത് ചെയ്യും അല്ലേ? നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷെ മറന്നു പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള 3 ടെക്നിക്സ് പറഞ്ഞുതരാം. ഈ 3 ടെക്നിക്സ് നിങ്ങൾ അനുസരിച്ച് ഒന്ന് പഠിച്ചു നോക്കി. സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും പറ്റും. ഇതൊരു 2006 നടന്ന ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരീക്ഷിച്ച് അതിൻ്റെ പ്രൂഫ് നേടിയ ഒരു ടെക്നിക്കാണിത്. ഇപ്പോൾ വലിയ കുട്ടികളെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് മുതലുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വയം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പാരൻസിന് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ടെക്നിക്കിലൂടെ പഠിപ്പിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ജോലി ഒരുപാട് കുറയുകയും ചെയ്യും. കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതായി മാറും. അപ്പോൾ അവർ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് അവർ വില്ലിങ് ആവും. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. സോ ആർ യു റെഡി? Then let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijit. മറവിയാണ് പഠനത്തിൻ്റെ സുഹൃത്ത്. Forgetting is the friend of learning. ഇത് പറഞ്ഞത് റോബർട്ട് ബിയോക്ക് എന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ്. അപ്പം അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ചില കഴിവുകേടുകളുണ്ടല്ലോ, നല്ല ഉപയോഗമുള്ള ചില കഴിവുകേടുകളുണ്ടെന്നാണ്. അതായത് ഡിസൈറബിൾ ഡിസബിലിറ്റീസ് എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന ഒരു ടേം. അതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ റിസർച്ചിലാണ് ഈ മറന്നു പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡിസബിലിറ്റി ആയിട്ടാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിനെ നമുക്ക് പഠനത്തിൻ്റെ ഒരു സുഹൃത്താക്കി മാറ്റാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറവിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് 2006 നടന്ന ആ റിസർച്ചിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ധാരണ കിട്ടുള്ളൂ. അതായത് 2006 ഒരു റിസർച്ച് നടന്നു. സർജിക്കൽ സ്റ്റുഡൻസിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. സർജിക്കൽ സ്റ്റുഡൻസ് പറഞ്ഞാൽ ഈ സർജറി ഒക്കെ ചെയ്യേണ്ട മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അവർ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ഗ്രൂപ്പിന് ഈ പറഞ്ഞ സ്പെഷ്യൽ ടെക്നിക്സ് അവർക്ക് കൊടുത്തു. ആ രീതിയിൽ അവർ പഠിക്കാനും മറ്റേ ഗ്രൂപ്പിന് നോർമലി അവരെങ്ങനെ പഠിക്കുന്നു അതേപോലെ പഠിക്കാനും 3 മാസമായിരുന്നു ടൈം. സെയിം സ്റ്റഡി മെറ്റീരിയൽ എല്ലാം. അവസാനം സർജറി നടത്തിയപ്പോൾ ഈ പ്രത്യേക ടെക്നിക്സ് ഉപയോഗിച്ച് പഠിച്ച ആ ടീമാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത്. മറ്റവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പെർഫോമൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ സർജറി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറേ ടേംസും കുറേ സൂക്ഷ്മമായ കാര്യങ്ങളും ഇവർ ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേംസിലൊക്കെ വളരെ പ്രെസിഷൻ ഇല്ലെങ്കിൽ സർജറിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിച്ചവർക്ക് അത് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പം എന്തായിരുന്നു ആ ടെക്നിക്ക് എന്ന് വെച്ചാൽ, അവരെന്ത് ചോദിച്ചാൽ ഈ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നോക്കി. അതായത് എങ്ങനെയാണ് ബ്രെയിൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും എന്നുള്ള ആ ബ്രെയിനിൻ്റെ ഫങ്ഷനെ കുറിച്ച് പഠിച്ചിട്ട് ആ ഫങ്ഷന് അനുയോജ്യമായ രീതിയിലുള്ള 3 സിമ്പിൾ ടെക്നിക്സ് ആണ് കൊടുത്തത്. ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ബ്രെയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നിക്സ് ആയിരുന്നു. അപ്പോൾ ബ്രെയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബ്രെയിൻ ഫ്രണ്ട്ലി ആവാനുള്ള റീസൺസ് എന്താണ് അതൊക്കെ? അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷനെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണെന്ന് വെച്ചോളൂ. ആ പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ ഇത് മെമ്മറി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു പാർട്ടിലാണ് ഈ മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അവിടുത്തെ ഈ ന്യൂറോൺസ് ആണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ നമ്മളിത് ഒന്നും കൂടെ പഠിക്കും, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് വീണ്ടും റീആക്ടിവേറ്റഡ് ആവും. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ഇത് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുന്നോ അത്രയും പ്രാവശ്യം ഇത് അവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വളരെ സ്ട്രോങ് ആയി മാറി ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് മാറും. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ദീർഘനാൾ നമുക്കത് ഓർമ്മ നിൽക്കും. അപ്പോൾ ബ്രെയിനിൻ്റെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു ടെക്നിക്കായിരുന്നു അവർ ആദ്യം കൊടുത്തത്. പിന്നെ ഈ ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേം മെമ്മറി ആവുന്നതിൽ ഉള്ള എല്ലാ പ്രോസസ്സിനെ കുറിച്ചും അവർക്ക് പൂർണ്ണമായിട്ട് ഈ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും അത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പഠന ഇടവേളകളിൽ, അതായത് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ടൈം ഉണ്ടാവുമല്ലോ, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം, പ്രത്യേകിച്ച് ഉറക്കം. ഈ ഉറങ്ങുന്ന സമയത്താണ് ബ്രെയിൻ ഈ ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറി ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ കണ്ടെത്തിയത്. അപ്പം ഉറക്കം എന്ന് പറയുന്നതും റെസ്റ്റ് എന്ന് പറയുന്നതും
പഠനത്തിന് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായില്ല. അപ്പം നമുക്ക് നന്നായിട്ട് പഠിച്ചത് ഓർമ്മ നിൽക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു ഉറക്കത്തിനൊരു നല്ല പാറ്റേൺ ഉണ്ടാവണം. നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉറക്കം, അത് രാത്രി തന്നെ നമ്മൾ ഉറങ്ങുകയും വേണം. അപ്പം ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ എൻ്റെ ലൈഫ് ഡിവൈൻ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഒന്ന് കയറി കണ്ടു നോക്കിയാൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു, ഉറക്കം ആദ്യം ശരിയാകും. കാരണം ഉറക്കമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പോലും നമുക്ക് തോന്നും. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഉറക്കത്തിനുള്ളത്. അപ്പം ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, നിയോ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആ ഭാഗമാണ് ബ്രെയിനിൻ്റെ ഈ ലോങ് ടേം മെമ്മറിയെ കൈകാര്യം ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ ഈ രണ്ട് പാർട്ടിൻ്റെയും ഫങ്ഷൻസ് നോക്കിയാണ് അവർ ഈ ടെക്നിക്സ് രൂപകൽപ്പന ചെയ്തത്. അപ്പം ഹൗ ടു സ്റ്റഡി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ തന്നെ നിങ്ങളൊരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക. അതായത് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള കാർഡുകൾ നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ പഠിക്കുന്ന ഒരു മെയിൻ കോൺസെപ്റ്റ് അത് വലുതായിട്ട് സ്കെച്ച് പെൻസിൽ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ട് അതിനകത്ത് നല്ല വലുതായിട്ട് നമ്മൾ എഴുതി വെക്കണം. അതാണ് അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് നമ്മൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു മെയിൻ ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടമോ നമ്മൾ ഈ ഫ്ലാഷ് കാർഡിൽ ഒട്ടിക്കണം. കൂടുതലൊന്നും എഴുതി വെക്കരുത്. ജസ്റ്റ് എ കീ പോയിന്റും ഒരു പടം വേണമെങ്കിൽ അതും ഒട്ടിക്കാം. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല ചെയ്യാം, സയൻസ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ്റെ ആ ഒരു കീ ടേംസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ അതനുസരിച്ച് എന്താണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഹെഡിങ് എന്താണോ അത് അവിടെ എഴുതി വയ്ക്കും. അപ്പോൾ പഠിക്കുമ്പോഴെല്ലാം നമ്മളിങ്ങനെ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ട് ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഫ്ലാഷ് കാർഡ് നമ്മളൊന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഇതെന്താണ് എന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. അതായത് ബ്രെയിനിന് ഒരു ടാസ്ക് ആണത്. അപ്പോൾ ബ്രെയിൻ അത് റിട്രീവ് ചെയ്യേണ്ടി വരും ഈ പഠിച്ച കാര്യങ്ങൾ. അങ്ങനെ ബ്രെയിനിനെ ടെസ്റ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ബ്രെയിനിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലാഷ് കാർഡ് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്രെയിൻ ഈ പഠിച്ച കാര്യങ്ങൾ അത് വീണ്ടും അത് ഓർത്തെടുക്കാൻ ശ്രമിക്കും. ഇനി അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും, നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നിരാശപ്പെടേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഫൊഗെറ്റിംഗ് ഇസ് ദ ഫ്രണ്ട് ഓഫ് ലേണിംഗ് എന്ന്. കാരണം അപ്പോൾ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ മറന്നുപോയി നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇങ്ങനെ മറന്നിട്ട് അത് വീണ്ടും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് വളരെ ശക്തമായ രീതിയിൽ അത് ന്യൂറോൺസിൽ അത് ഇൻ്റഗ്രേറ്റഡ് ആവും. അങ്ങനെ ലോങ് ടേം മെമ്മറി ആയിട്ട് അത് മാറും. അപ്പം നമ്മൾ മറന്നു പോയാലോ അല്ലെങ്കിൽ തെറ്റിച്ചാലോ വളരെ നല്ലതാണ്. കാരണം മറന്നു പോകുമ്പോഴും തെറ്റിക്കുമ്പോഴും നമ്മൾ വീണ്ടും ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ ബ്രെയിൻ പിന്നെ അതൊരിക്കലും മറക്കില്ല എന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്, ടെസ്റ്റിംഗ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് ഫ്ലാഷ് കാർഡ്സ് അടുക്കി വെക്കാനുള്ള ഒരു ബോക്സ് റെഡിയാക്കിക്കോളൂ. പഠിക്കുന്നതിനെല്ലാം ഓരോ ഫ്ലാഷ് കാർഡ്സ് റെഡിയാക്കി അതിലിങ്ങനെ ഇറക്കി വെക്കുക. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കുറേ കാർഡുകൾ വെക്കും അല്ലേ? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉള്ള കാർഡുകളായിരിക്കും. അതുപോലെ നമ്മുടെ മുൻപിലും നമ്മൾ പഠിച്ചതിൻ്റെ കാർഡുകൾ ഇങ്ങനെ അടുങ്ങി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലാഷ് കാർഡ് എടുത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ മറക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രെയിനിനോട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തിരിച്ച് എടുത്ത് തരാൻ ആവശ്യപ്പെടുമ്പോൾ ആ ഇൻഫർമേഷൻ അത് വീണ്ടും റിട്രീവ് ചെയ്യാൻ ബ്രെയിൻ ശ്രമിക്കുകയും അത് ലേറ്റർ അതിൻ്റെ ആ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ബ്രെയിനിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ലോങ് ടേം മെമ്മറി ആയിട്ട് സേവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള തിയറി. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്? അപ്പം അതും ഈ ഫസ്റ്റ് ടെക്നിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സെക്കൻഡ് ടെക്നിക്കും അവർ ഫോർമുലേറ്റ് ചെയ്തത്. അതായത് ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നമ്മൾ ഒരേ ടൈമിൽ പഠിക്കണം. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മാത്സ് മാത്രമല്ല, മാത്സും ഇംഗ്ലീഷും അല്ലെങ്കിൽ മാത്സും യാതൊരു ബന്ധമില്ലാത്ത സോഷ്യൽ സയൻസോ അങ്ങനെ എന്തെങ്കിലും 2-3 സബ്ജക്ട്സ് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് പഠിക്കുക. അതായത് അരമണിക്കൂർ ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ അരമണിക്കൂർ വേറൊരു സബ്ജക്റ്റ്, പിന്നെ അടുത്ത അരമണിക്കൂർ വേറൊരു സബ്ജക്റ്റ്. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ആദ്യം പഠിച്ച കാര്യം മറന്നിട്ട് വേണമല്ലോ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ. അപ്പോൾ ബ്രെയിൻ ടോട്ടലി ഇതങ്ങ് മറക്കും, ഫൊഗെറ്റിംഗ് അഗെയിൻ. എന്നിട്ട് അടുത്തത് പഠിക്കുകയാണ്, എന്നിട്ട് വീണ്ടും അടുത്ത സബ്ജക്റ്റ്. അപ്പോൾ പല പ്രാവശ്യം ഇത് മറന്നു കഴിഞ്ഞു. ഇനി അഗെയിൻ നമ്മൾ വീണ്ടും ആദ്യത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക്, ഇപ്പോൾ ഫ്ലാഷ് കാർഡ് എടുത്ത് നോക്കുക, ആദ്യം പഠിച്ച ടോപ്പിക്കിൻ്റെ ഫ്ലാഷ് കാർഡ് എടുത്ത് നോക്കുമ്പോൾ എഗെയിൻ ബ്രെയിനിന് ഇത് റിട്രീവ് ചെയ്യാനായിട്ട് ബ്രെയിൻ നല്ലൊരു ചലഞ്ച് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ബ്രെയിനിന് നമ്മളൊരു പണി കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ വീണ്ടും അത് പഠിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രോസസ്സിലൂടെ പഠിച്ചത് അവിടെ ലോങ് ടേം മെമ്മറിയിലേക്ക്, നിയോ കോർട്ടെക്സിലേക്ക് ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് ടെക്നിക്ക്. അപ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് അറ്റ് എ ടൈം നമ്മൾ പഠിക്കുക, മാറി മാറി പഠിക്കുക. ഫ്ലാഷ് കാർഡ്സും അതുപോലെ മൾട്ടിപ്പിൾ സബ്ജക്ട്സിൻ്റെ ആ ഒരു ഫ്ലാഷ് കാർഡ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. ഇത് അതായത് പല സബ്ജക്റ്റുകളിലൂടെ നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോൾ
ബ്രെയിൻ താൽക്കാലികമായിട്ട് ആദ്യം പഠിച്ചത് മറക്കേണ്ടി വരികയും പിന്നീട് അത് വീണ്ടും അത് ഓർത്തെടുക്കേണ്ടിയും വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അത് ബ്രെയിനിൻ്റെ ന്യൂറോൺസിനെ ശക്തിപ്പെടുത്തും, മെമ്മറിയെ ശക്തിപ്പെടുത്തും. ഇനി മൂന്നാമത്തെ ടെക്നിക്ക്, എപ്പോഴാണ് പഠിക്കേണ്ടത്? വെൻ. അപ്പം ഇതും ബ്രെയിനിൻ്റെ ഫങ്ഷനെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് നിയോ കോർട്ടെക്സിലേക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. റെസ്റ്റ് ടൈമിലും സ്ലീപ്പ് ടൈമിലുമാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു തേർഡ് ടെക്നിക്ക് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റും ഉറക്കവും വേണം, എന്നിട്ട് വീണ്ടും പഠിക്കും. സ്പേസിങ് യുവർ റിവ്യൂ അക്രോസ് മൾട്ടിപ്പിൾ ഡേയ്സ് അലൗസ് ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ബിറ്റ്വീൻ സെഷൻസ്. അതായത് നമ്മൾ പഠിച്ചത് വീണ്ടും പഠിക്കുന്നതിന് മുൻപ് കുറച്ച് റെസ്റ്റോ അല്ലെങ്കിൽ നല്ല ഉറക്കമോ കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും പഠിച്ചാൽ വാട്ട് ഹാപ്പൻസ്, ആ റെസ്റ്റ് ടൈമിലും ഉറക്ക സമയത്തും ബ്രെയിൻ അത് നന്നായിട്ട് സേവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. ഇതിൽ നിന്നപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, എത്ര ടഫോ ആയിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞൊരു മെത്തേഡിൽ ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കി ബ്രെയിനിനെ ടെസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമുക്കത് ഹാർഡായിട്ട് തോന്നുമെങ്കിൽ അത് അവിടെ തന്നെ ലീവ് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ പൊക്കോളണം. അതിനുശേഷം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ മറന്ന് വേറെ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പോയി, ചിലപ്പോൾ മുറ്റത്തിറങ്ങി കാണും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി, ഇല്ലെങ്കിൽ ടി വി കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പഠിച്ചു എന്ന് വിചാരിക്കുക, രാത്രി നമ്മൾ ഉറങ്ങി. അടുത്ത ദിവസം പക്ഷെ അതൊരു 24 hours-നുള്ളിലായിരിക്കണം, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വായിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഓടിച്ചൊന്ന് റിവ്യൂ ചെയ്യുക. അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മുടെ ബ്രെയിൻ അത് കൺട്രോൾ എസ് എന്ന് പറഞ്ഞ പോലെ സേവ് കൊടുക്കും. അതായത് ബ്രെയിന് മനസ്സിലാവും ഇത് ഇവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തതെല്ലാം ബ്രെയിൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രാന്തായി പോവില്ലേ. അപ്പോൾ മറവി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. മറന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെല്ലാം വീണ്ടും സന്തോഷിക്കാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പഴയ ദുഃഖങ്ങളൊക്കെ ഓർത്തിരുന്ന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ. പക്ഷെ നമ്മളെല്ലാം ഇങ്ങനെ മറന്നു പോകുന്നതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. അപ്പം അത് ബ്രെയിനിൻ്റെ ഒരു വലിയൊരു ടാലൻ്റാണ് ഈ മറവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രെയിൻ നമ്മൾ എന്ത് കൊടുത്താലും അതങ്ങ് മറന്നു കളയുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന കാര്യം നമുക്ക് ആവശ്യമുള്ളതല്ലേ, അപ്പോൾ നമ്മൾ ബ്രെയിനിന് അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ബ്രെയിൻ എങ്ങനെ അത് മനസ്സിലാക്കും? നമ്മളത് വീണ്ടും വായിക്കുമ്പോൾ ബ്രെയിന് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യം, അപ്പോൾ പിന്നെ ഇത് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് ഇത് മറക്കണ്ട എന്നുള്ളത് വെച്ചുകൊണ്ടാണ് അത് നല്ല രീതിയിൽ അത് കൺട്രോൾ എസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സേവ് ചെയ്യപ്പെടും, അപ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പഴയ കാര്യങ്ങൾ, പണ്ട് നടന്ന വഴക്കുകളോ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ വീണ്ടും സംസാരിക്കരുതെന്ന് പറയും. നമ്മുടെ ലൈഫിലുണ്ടായ ഇഷ്യൂസും പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കൊണ്ട് സംസാരിച്ച് അത് ഡിസ്കഷനിൽ കൊണ്ടുവരരുത്. കാരണം ബ്രെയിൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ വീണ്ടും എടുത്ത് പറയുമ്പോൾ വീണ്ടും നമുക്ക് ആ പഴയ വൈബ്രേഷനിൽ, അല്ലെങ്കിൽ വഴക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾക്കുണ്ടായ ഒരു വിഷമമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു നഷ്ടമായിരിക്കും. ഇതെല്ലാം നമ്മൾ വീണ്ടും ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ മൈൻഡും ബ്രെയിനും മാറി നമ്മൾ വീണ്ടും ആ പഴയ വിഷമം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും പറയും, നമ്മൾ പഴയ കാര്യങ്ങൾ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് അത് വീണ്ടും ബ്രെയിനിനെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ബ്രെയിൻ ഓഫ്ലൈനിലാണ് ഏറ്റവും കൂടുതൽ ജോലി ബ്രെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10:30 ആകുമ്പോൾ നമ്മൾ ഉറങ്ങണം. 10:30 ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ 10:30 ഉറങ്ങിയിരിക്കണം. പിന്നെ ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയവരും എല്ലാവരും ആക്ച്വലി 10:30 ആകുമ്പോൾ നമ്മൾ ഉറങ്ങണം. അങ്ങനെ 10:30 നമ്മൾ ഉറങ്ങിയാൽ സംഭവിക്കുന്നത് ബ്രെയിനിന് ആവശ്യമുള്ള, അതായത് നമ്മൾ REM സ്ലീപ്പ് എന്നൊക്കെ പറയും, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, അങ്ങനെ നല്ല ഉറക്കത്തിൻ്റെ പല പല സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഇന്നർ ഓർഗൻസിനും എല്ലാത്തിനും റെസ്റ്റും അതിൻ്റെ റിപ്പയറിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ്, ഇപ്പോൾ BMW ഒക്കെ വാങ്ങിച്ച് എന്തൊരു പ്രൗഡാണ് എല്ലാവരും അല്ലേ, അവനവൻ്റെ ആ ഒരു വണ്ടി അതിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ബോഡി എന്ന് പറയുന്നതോ കോടിക്കണക്കിന് രൂപ കൊടുത്താലും നമുക്കിങ്ങനെ ഒരു ബോഡി കിട്ടത്തില്ല. അത്രയും വലിയ ഒരു വണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡി. ആ ബോഡിയെ നമ്മൾ ആ ബോഡിയുടെ മെക്കാനിസം അറിഞ്ഞ് അതിന് വേണ്ട മെയിൻ്റനൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതാണിപ്പോൾ ഇന്നത്തെ ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും കൃത്യമായിട്ടൊന്ന് ഉറങ്ങുക. 10:30 ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ വൈൽ ഓഫ്ലൈൻ ദ ബ്രെയിൻ ഈസ് ആക്റ്റീവ്ലി അറ്റ് വർക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് ദീർഘകാലം ഓർമ്മ നിൽക്കും. അപ്പോൾ തലേ ദിവസം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്നവരുണ്ട്. അത് സംബന്ധിച്ച് ഷോർട്ട് ടേം മെമ്മറിയാണ്, അത് അപ്പോൾ തന്നെ അവർ മറക്കും. പിന്നെ നമ്മൾ വിചാരിച്ച് അത്രയും മാർക്ക് വാങ്ങിക്കാനും നമുക്ക് തലേ ദിവസം പഠിക്കുന്നത് കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. എങ്കിലും ചിലരൊക്കെ അങ്ങനെ മേടിക്കുന്നത് കാണാം. പക്ഷെ അതൊരു ഷോർട്ട് ടേം മെമ്മറിയാണ്, അത് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല.
പിന്നെ പഠനം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷേ ഇതുപോലെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ പാരൻസ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കി അത് കാണിച്ച് അവരോട് അത് ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ അത് ആ ആൻസർ പറയാനും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു പ്ലേ വേ മെത്തേഡിൽ അവരുടെ കൂടെ അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഈ പഠിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ സർജിക്കൽ സ്റ്റുഡൻസിൻ്റെ 2 ടീമുകളും ഒരേ കാര്യമാണ് അവർ പഠിച്ചത്, ഒരേ ടൈമിലാണ് പഠിച്ചത്. പക്ഷേ ആദ്യത്തെ ടീം ഉപയോഗിച്ച ടെക്നിക്സ് ഇത് 3 അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അത് അവരുടെ ആ ഒരു സർജറിയുടെ ഒരു പെർഫോമൻസിൽ അത് വളരെ നല്ല രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഹൗ ടു സ്റ്റഡി എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള മോട്ടിവേഷനും ഒക്കെ ഇതിന് ആവശ്യമാണ്. അതിനൊരുപാട് മെഡിറ്റേഷൻ, അഫർമേഷൻ, അതിനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഫുഡ് കഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വർക്ക്ഷോപ്പ്, ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ്, 4-day വർക്ക്ഷോപ്പ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഈ നമ്പറിൽ വിളിക്കുക. പാരൻസിനും അത് അറ്റൻഡ് ചെയ്യാം. കാരണം കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ പാരൻസ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ പഠിത്തത്തിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റും 95 to 99% അല്ലെങ്കിൽ 100% മാർക്ക് വരെ നമുക്ക് വാങ്ങിക്കാനുള്ള സൂത്രങ്ങളും ടെക്നിക്സുമാണ് ഈ ഒരു വർക്ക്ഷോപ്പിലുണ്ടാവുക. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. മാത്രമല്ല ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഒരുപാട് കോഴ്സുകളുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ലിറ്റററി ഇവൻറ്റ്സ്, പോം റെസിറ്റേഷൻ, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുക. അത് വലിയവരെയും ചെറിയവരെയും. അതുപോലെ ഇംഗ്ലീഷ് എലക്യൂഷന് പങ്കെടുക്കാവുന്നവർ കുട്ടികൾക്ക് അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ആങ്കറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ പോസ്റ്റേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കും. പിന്നെ സയൻസ് ട്യൂഷൻ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് സയൻസ് ട്യൂഷനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ 10th സ്റ്റാൻഡേർഡിന് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് റിവിഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പാക്കേജുമുണ്ട്. അപ്പോൾ ഇതെല്ലാം താല്പര്യമുള്ളവർ ഈ നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. So see you in the next video. Until then, you take care. Sadguru Eshwar.